വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രെയിനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടാണ്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞു തന്നിരുന്നു. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിന്റെ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് നോക്കണം. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറയുമ്പോൾ ആദ്യം എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റി പറയേണ്ടി വരും. സിമ്പിൾ ഇൻട്രസ്റ്റ്, കാരണം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എത്രയാണ്, PNR by 100, പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് by 100. ഇതാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത എന്താ? ദ പ്രിൻസിപ്പൽ എമൗണ്ട്, P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് റിമെയിൻസ് സെയിം. പ്രിൻസിപ്പൽ എമൗണ്ട് റിമെയിൻസ് സെയിം. 3 വർഷത്തേക്കായാലും 4 വർഷത്തേക്കായാലും എത്ര വർഷത്തേക്കായാലും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. അതിലൊരു മാറ്റം വരില്ല. അപ്പോൾ ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ആണ്. എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓരോ തവണയും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഒപ്പം ഇൻട്രസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് കീപ്സ് ഓൺ ചേഞ്ചിങ്. അതായത് compound interest the principal amount doesn't remains the same. അത് നമ്മൾ എന്ത് ചെയ്യുക? the interest is added to the principal amount in each conversion period. The interest is added to the principal amount. The interest is added to the principal amount. So ഓരോ സമയത്തും ഓരോ കൺവേർഷൻ പീരീഡ് the interest is added to the principal amount in each conversion period. അതാണ് ഇത് ഇമ്പോർട്ടന്റ്. in each conversion period. in each conversion period. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓരോ തവണയും നമ്മൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിനൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത്. അതൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ കൺവേർഷൻ പീരീഡ് എന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കൺവേർഷൻ പീരീഡ് കൂടി പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് നോക്കാം എന്താണ് കൺവേർഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കൺവേർഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കൺവേർഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ദ പീരീഡ് അറ്റ് വിച്ച് the interest is compounded to the principal amount. So നമ്മൾ ഏത് പീരീഡിലാണോ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ആ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്ന ആ പീരീഡിനെയാണ് നമ്മൾ കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ദ പീരീഡ് അറ്റ് വിച്ച്, പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ടൈം ആയിരിക്കും. ദ പീരീഡ് അറ്റ് വിച്ച് the interest is the period at which the interest is compounded to the principal amount. The interest is compounded to the principal amount. ഇതിനെയാണ് നമ്മൾ കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് സമയത്താണോ നമ്മൾ ഇൻട്രസ്റ്റിനെ പ്രിൻസിപ്പൽ എമൗണ്ടിനൊപ്പം ആഡ് ചെയ്യുന്ന ആ ഒരു പീരീഡിനെ നമ്മൾ കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബേസിക്കലി 4 മുതൽ 5 ടൈപ്പ് ആണ് സാധാരണ പറയുന്നത്. കോമ്പൗണ്ടഡ് ഡെയിലി ഒരു കൺവേർഷൻ പീരീഡ് ആണ് ഡെയിലി. കോമ്പൗണ്ടഡ് ഡെയിലി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഈ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഒപ്പം ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര പീരീഡ്സ് ഉണ്ടാവും? ഓരോ ദിവസവും ആണെങ്കിൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് ഡെയിലി ആണെങ്കിൽ നമുക്ക് 365 കൺവേർഷൻ പീരീഡ് ഉണ്ടാവും അല്ലെ? സിമ്പിൾ ആണ് അല്ലെ? ഇഫ് ഇറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഡെയിലി n is equal to 365. അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 365 ആയിരിക്കും. ഇനി സെക്കൻഡ് മന്ത്ലി ആണെങ്കിലോ പെർ മന്ത് അല്ലെ? ഓരോ മാസവും 1 month ഓരോ മാസവും നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്യും. അപ്പൊ ഒരു വർഷത്തിൽ എത്ര ഉണ്ട്? 12 മാസം. അപ്പൊ കൺവേർഷൻ പീരീഡ് എത്രയാ? 12 ആണ്. ഇനി ക്വാർട്ടർലി ആണെങ്കിലും
ക്വാർട്ടർലി. അതായത് 3 മാസം കൂടുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 3 months. അപ്പൊ എത്ര കൺവേർഷൻ പീരീഡ് ഉണ്ടാവും? 4 കൺവേർഷൻ പീരീഡ് ഉണ്ടാവും അല്ലെ. ഇനി സെമി ആനുവലി, ചിലർ ഹാഫ് ഇയർലി എന്ന് പറയും, അല്ലെങ്കിൽ സെമി ആനുവലി. സെമി ആനുവലി സെമി ആനുവലി ആണെങ്കിലോ ആക്ച്വലി 6 മാസം കൂടും. സോ 6 months. അപ്പൊ ഒരു വർഷത്തിൽ എത്ര കൺവേർഷൻ പീരീഡ്? 2 കൺവേർഷൻ പീരീഡ് ആണ് ഉള്ളത്. ഇനിയുള്ളത് എന്താ? ആനുവലി. ആനുവലി എന്ന് പറഞ്ഞാല് 12 മാസം അല്ലെ, 12 months. നമുക്ക് ഒരു കൺവേർഷൻ പീരീഡ് ആണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൺവേർഷൻ പീരീഡ് ആണ്. ഈ കൺവേർഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിൽ തരും ഡെയിലി കോമ്പൗണ്ടിങ് ആണോ, മന്ത്ലി കോമ്പൗണ്ടിങ് ആണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലിയോ, സെമി ആനുവലി ആണോ, അത് ആനുവലി ആണോ, അതനുസരിച്ച് നമ്മുടെ കൺവേർഷൻ പീരീഡ്, അതായത് സാധാരണ ഇത് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ ഫോർമുല പറയാൻ പോവുകയാണ്, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ കൺവേർഷൻ പീരീഡിന് നമ്മൾ കണക്കാക്കി എടുക്കുന്നത്. സോ ഇനി നമ്മൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു ഫോർമുല നമ്മൾ നോക്കാൻ പോകണം. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമുക്ക് നോക്കാം. ഇതിന് നമ്മൾ ഫോർമുല റെപ്രസെന്റ് AN ഈസ് ഈക്വൽ ടു P into 1 plus I all raised to N. ഇതിനകത്ത് ചിലതൊക്കെ നമുക്ക് പുതിയതായിരിക്കും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതിന് നമ്മൾ അക്രൂഡ് എമൗണ്ട് എന്ന് പറയാം. സോ AN ഈസ് കോൾഡ് ആസ് ദ അക്രൂഡ് എമൗണ്ട്. ഇറ്റ് ഈസ് ദ അക്രൂഡ് എമൗണ്ട് ഫോർ N കൺവേർഷൻ പീരീഡ്സ്. N കൺവേർഷൻ പീരീഡ്. അപ്പൊ N എന്ന് പറഞ്ഞാൽ എന്താ? N ഈസ് കോൾഡ് ആസ് ദ കൺവേർഷൻ പീരീഡ്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് കൺവേർഷൻ പീരീഡ് എന്ന്. സോ A എന്ന് പറഞ്ഞാൽ N കൺവേർഷൻ പീരീഡിലേക്ക് നമുക്ക് അക്രൂ ചെയ്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. P നമുക്കറിയാം, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിലും പഠിച്ചത് P ഈസ് ഈക്വൽ ടു P ഈസ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. P ഈസ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി I എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. I ഈസ് കോൾഡ് ആസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ കൺവേർഷൻ പീരീഡ് ആണ്. ഓരോ കൺവേർഷൻ പീരീഡിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ കൺവേർഷൻ പീരീഡ്. Rate of interest per conversion period in decimal. മേടിക്കുന്ന വേണ്ട 2% എന്ന് പറഞ്ഞാൽ 2 divided by 100 എന്ന് പറഞ്ഞാൽ 0.02. അതാണ് ഇൻ ഡെസിമൽ എന്ന് പറയുന്നത്. പക്ഷെ I കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റില് I കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I is equal to, that is the rate of interest is equal to annual rate of interest divided by number of conversion periods per year. Number of conversion periods per year. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെയല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുമ്പോൾ ഫോർമുല ഇതാണ്. AN, that is the amount accrued after N conversion period is equal to principal amount plus 1 plus I all raised to N. A എന്ന് പറഞ്ഞാല് the accrued amount, N എന്ന് പറഞ്ഞാല് the conversion period, P is the principal amount, I is the rate of interest per conversion period in decimal. I calculate in the formula in the annual rate of interest divided by number of conversion periods per year. ഇപ്പൊ നമുക്ക് ക്വാർട്ടർലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ I കണ്ടുപിടിക്കുമ്പോൾ ആനുവൽ റേറ്റിനെ 4 ഡിവൈഡ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർമുല മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
an is equal to p plus p into p multiplied by 1 plus I all raised to n. അപ്പൊ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് വെച്ച് നമുക്കിനി പ്രോബ്ലംസ് ചെയ്യാം. ഈ പ്രോബ്ലം നോക്കിയേ. Compute the compound interest on rupees 4,000 for 1.5 years at 10% per annum compounded half yearly. നമ്മൾ സൊല്യൂഷൻ ചെയ്യാൻ പോവാ. സൊല്യൂഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ വന്നപ്പോ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലേ. അപ്പൊ നമ്മൾ ഇനി വേറെ ഒന്നും ചെയ്യണ്ട. ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അക്രൂഡ് എമൗണ്ട് an is equal to പ്രിൻസിപ്പൽ എമൗണ്ട് p multiplied by 1 plus ഓർത്ത് നോക്കിയേ p multiplied by 1 plus I whole raised to n. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോന്നിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? കോമ്പൗണ്ട് കമ്പ്യൂട്ട് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒക്കെ നമുക്കും ചെയ്ത് നോക്കാം. എ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. പ്രിൻസിപ്പൽ എമൗണ്ട് പി എത്രയാ? 4,000 ആണ്. അത് നമുക്ക് കിട്ടി. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐ നിങ്ങളുടെ ബുക്കിൽ നിന്ന് എഴുതി നോക്കിയാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐ എങ്ങനെ കണ്ടുപിടിക്കും? ഈക്വൽ ടു ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് divided by number of conversion period. നോക്കിയേ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 10 ആണല്ലേ. 10 divided by number of conversion period. നമുക്ക് ഹാഫ് ഇയർലി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എത്ര കൺവേർഷൻ പീരീഡ് ഉണ്ട് ഹാഫ് ഇയർലി ആവുമ്പോ? 2 ആണല്ലേ. അപ്പൊ അതിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് 5 എന്ന് കിട്ടി. ഈ ഇൻട്രസ്റ്റ് ഐ ഈസ് ഇൻ ഡെസിമൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി 5 divided by 100 ആണ്. എന്ന് പറഞ്ഞാൽ 0.05. തെറ്റരുത്. ഐ എങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് സിമ്പിൾ ആണ്, നമുക്ക് നേരിട്ട് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതിനകത്ത് ഒരു കോംപ്ലക്സിറ്റി ഇല്ല. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എടുക്കും. പക്ഷെ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര? 10നെ ഹാഫ് ഇയർലി ആണ് 2 ആണ്, 5 എന്ന് കിട്ടി. പക്ഷെ നമുക്കറിയാം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ഡെസിമൽ ആണ്. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ഡിവൈഡ് ബൈ 100 0.05. ഇനി നമുക്കിത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. അപ്പം പി എന്ന് പറഞ്ഞ എത്രയാ? നമ്മുടെ പി ഇസ് ഈക്വൽ ടു 4,000 ആണ്. 1 പ്ലസ് ഐ എത്രയാ? നമുക്ക് 0.05 ഓൾ റേസ് ടു n. എത്ര അധികം? 1.5 years. 1.5 years ആണ്. അപ്പൊ n എത്രയായിരിക്കും? ഒന്ന് കണ്ടുപിടിച്ചേ. n എത്രയായിരിക്കും? നമുക്ക് n is equal to 3 ആണല്ലേ. n is equal to ഇവിടെ ഞാൻ എഴുതി വയ്ക്കാം. n is equal to 3 ആണ്. സോ ഓൾ റേസ് ടു 3. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 4,000 1.05 whole raised to 3. 1.05 whole raised to 3 എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 1.05 multiplied with 1.05 again multiplied with 1.05. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയേ. നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കില്ല. ഒന്ന് അങ്ങനെ ചെയ്ത് നോക്ക്. ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 4630.4630.50 എന്നാണ് നമുക്ക് കിട്ടുക. ഇതാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്ന അക്രൂഡ് എമൗണ്ട്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി കിട്ടുന്ന അക്രൂഡ് എമൗണ്ട് ആണ് 4630. നമ്മളിത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അത് സുഖമല്ല നമുക്ക് കണ്ടുപിടിക്കാൻ. നമുക്ക് കിട്ടിയ അക്രൂഡ് ഇൻട്രസ്റ്റിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാ? 4630.50 മൈനസ് 4000. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടി 630.50. ഇതാണ് നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷെ കെമാറ്റില് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. പക്ഷെ ഇതൊരു സിമ്പിൾ മെത്തേഡ് ആണ്. അപ്പൊ ഇതും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർമുലയാണ്.
എപ്പോഴും നമുക്ക് തെറ്റാൻ പോകുന്ന കാര്യം എന്താ? ഐ ആണ് ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം കൺവേർഷൻ പീരീഡ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എൻ എന്ന് പറഞ്ഞാൽ എത്ര പീരീഡ് ആണ്. ഇപ്പൊ 1.5 years ആണെങ്കിൽ എപ്പോഴും ഹാഫ് ഇയർലി ആയിരിക്കും നമ്മുടെ അടുത്ത് കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കുക. അല്ലാതെ കോംപ്ലക്സ് ആയിട്ട് ഡെസിമൽസ് വരുന്ന രീതിയിൽ ഒന്നും നിങ്ങൾക്ക് വരില്ല. അപ്പൊ ഈ ഫോർമുല വെച്ചിട്ട് ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഈ ഇക്വേഷൻ വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സുഖമായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഫോർമുല ഒന്ന് റീവൈൻഡ് ചെയ്യുക. ഫോർമുല AN ഈസ് ഈക്വൽ ടു P into 1 plus I whole raised to n. ഇതാണ് സിമ്പിൾ മെത്തേഡ്. നമ്മുടെ അടുത്ത് ഒരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ AN എന്ന് പറഞ്ഞാൽ അക്രൂഡ് എമൗണ്ട്, അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇപ്പം ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. I എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്. സോ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന ഏത് പ്രോബ്ലംസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ സെഷൻ ആയിരുന്നു. Hope you enjoyed the video. I wish you all the best for your KMAT examination. Thank you.